ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സവാളയൊന്നും വഴറ്റാതെ വേഗത്തിൽ എങ്ങനെ മുട്ടക്കറി തയ്യാറാക്കാമെന്നുള്ള റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. ഞാനിവിടെ മുട്ടക്കറി തയ്യാറാക്കുന്നത് കുക്കറിനകത്താണ്. കുക്കറിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതോട്ട് ഒരു അര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിലടിക്കുന്നതിന് വരെ സവാളയൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി നോക്കിയപ്പോൾ സവാളയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് കുറഞ്ഞ തീയിൽ വേണം ഇതിടാനായിട്ട്. ഒന്ന് ഇളക്കി ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് അടച്ചു വെക്കുക. ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു ഇതെല്ലാം കൂടെ പൊടിച്ചതും അല്ലെങ്കിൽ പൊടിക്കാത്ത ആയാലും മതി തേങ്ങയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒഴിച്ചു കൊടുത്ത അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഒരു അടച്ച് വെച്ച് 2 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറിക്ക് നമ്മൾ സവാള വഴറ്റിയപ്പോൾ നമ്മൾ ഉപ്പിട്ടതാണ്. അപ്പോൾ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ നല്ലൊരു കടുവും കൂടെ താളിച്ചങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. ഈ കടുവും കൂടെ താളിച്ചങ്ങോട്ട് ഒഴിക്കുമ്പോൾ നല്ലൊരു മണമാണ്, അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ്. ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ്. സവാള ഇന്ന് വഴറ്റി നമ്മുടെ സമയം വെറുതെ വേസ്റ്റാക്കി കളയണ്ട. വളരെ വേഗം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടൊരു മുട്ടക്കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മുട്ടക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.